ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിബി. അപ്പോൾ ഇന്നത്തേത് ഒരു മോർണിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഓരോരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ ഉടനെ ഇപ്പോൾ എനിക്കൊരു പുതിയ ഞാൻ ഹാബിറ്റ് തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ വഴിക്ക് പല്ലൊക്കെ തേച്ച് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് മീൻസ് ഇപ്പോൾ എന്താ പറയുന്നത്, കുറച്ച് നമുക്ക് സ്ട്രെസ് റിലീഫിനായിരുന്നിരുന്നാലും അല്ലെങ്കിൽ നമ്മുടെ കുറേ രോഗങ്ങൾ നമ്മളിൽ നിന്ന് മാറാനൊക്കെ ആണെങ്കിലും ഈ ബ്രീത്തിങ് എക്സസൈസസ് ഒത്തിരി നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടു. അപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എനിക്ക് ഈ കൈക്ക് വേദനയും എനിക്ക് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ കുറച്ച് സ്ട്രെച്ചിങ് എൻ്റെ ബോഡിക്ക് വേണം. ഒത്തിരി ഹാർഡ് വർക്കൗട്ട്സ് ഒന്നും എനിക്ക് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ചെയ്ത് കഴിയുമ്പം എൻ്റെ ബോഡിക്ക് ഭയങ്കര പെയിൻ വരുന്നുണ്ട്. എനിക്കധികം അങ്ങനെയുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സ്ട്രെച്ചിങ് ആണ് എൻ്റെ ബോഡിക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സൂര്യ നമസ്കാരം രാവിലെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറേ സമയം മക്കളെയൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ചു. പിന്നെ കുറച്ച് നേരം എനിക്ക് ഇഷ്ടമുള്ള ഒന്ന് രണ്ട് എന്താ പറയുന്നത്, യൂട്യൂബിൽ തന്നെ ഞാൻ കുറച്ച് അഫർമേഷൻസൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം രാവിലെ എൻ്റെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഹസ്ബൻഡിനുള്ള ചായ, ഹസ്ബൻഡിന് മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇടാറുണ്ട്. അപ്പോൾ ഹസ്ബൻഡിന് ചായ കൊടുക്കാൻ വേണ്ടി ചായയൊക്കെ റെഡിയാക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ചായ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഉച്ചത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ചോറും കറിയും ഇരിപ്പുണ്ട്. അപ്പോൾ പിന്നെ വേറെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞിരുന്നാലും അത് പിന്നെയും ഇരുന്നിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ കംപ്ലീറ്റായിട്ട് കഴിഞ്ഞിട്ടേ ഞാൻ പിന്നെ വേറെ കറി ഉണ്ടാക്കുകയുള്ളൂ. ഒരു 2 ദിവസത്തേക്കായിട്ട് ഞാൻ ഉണ്ടാക്കി വയ്ക്കും. അതിലും കുറച്ച് ഉണ്ടാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, ഇത്രയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചട്നിയും ഇഡ്ഡലിയും ഞാനിന്ന് ഉണ്ടാക്കി. അപ്പോൾ ഇതോടൊപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവരെങ്കിൽ അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് തന്നെ ഒരു ബെൽ ബട്ടൺ ഉണ്ട്. അതിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അതിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ വീണ്ടും ആ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അൺസബ്സ്ക്രൈബ് ആയി പോകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്നും ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആ സബ്സ്ക്രൈബ് ബട്ടണിലും ബെൽ ബട്ടണിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിന് ആയിട്ട് ഞാൻ ഇതിലുണ്ടല്ലോ എണ്ണയൊക്കെ തേച്ചിട്ട് ജസ്റ്റ് നമ്മുടെ ഇഡ്ഡലിയുടെ തട്ടുണ്ടല്ലോ അതൊന്നുകൂടെ ചൂടാക്കിയതിന് ശേഷം അതിൽ നമ്മൾ മാവ് ഒഴിച്ച് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലി അധികം അതിലൊട്ടി പിടിക്കില്ല, കംപ്ലീറ്റ് ആയിട്ട് ഇളകി വരാൻ കേട്ടോ. അപ്പോൾ നമ്മൾ എണ്ണ തേച്ചിട്ട് മാത്രം കാര്യമില്ല, അതൊന്ന് ചൂടാക്കുകയും കൂടെ വേണം. അപ്പോൾ ഒട്ടും ഒട്ടി പിടിക്കില്ല കേട്ടോ. പിന്നെ ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാൻ ചട്നിയിൽ തേങ്ങയുടെ ഒപ്പം 1 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 1 സ്പൂണ് മറ്റേ ഗ്രീൻ ചില്ലി അതും അതിൻ്റെ പേസ്റ്റും, പിന്നെ ഉപ്പ്, പിന്നെ കുറച്ച് കശുവണ്ടി കുറച്ചിട്ടിട്ടാണ് ഞാൻ എപ്പോഴും ചട്നി അരയ്ക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. ചട്നി ഉണ്ടാക്കുമ്പോൾ, വെള്ള ചട്നി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഈ കാഷ്യൂനട്ടും കൂടെ ഇട്ടിട്ട് നമ്മൾ ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതപ്പോൾ ഇങ്ങനെ എന്നിട്ട് ഒത്തിരി വെള്ളം ചേർത്ത് അരയ്ക്കുകയും ചെയ്യരുത്. ഒരു ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം ഒന്ന് ജസ്റ്റ് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കറക്കി എടുത്തതിന് ശേഷം
കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇങ്ങനെ അരച്ചെടുക്കുക. എന്നിട്ട് അതിൽ കടുക് പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്നിയാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഒക്കെ ആയി, ചട്നിയായി. പിന്നെ സാമ്പാർ ഞാൻ പറഞ്ഞല്ലോ കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ ചൂടാക്കിയൊക്കെ വെച്ചതിന് ശേഷം പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ എന്തായാലും. അപ്പോൾ അതൊക്കെ ഞാനങ്ങ് കഴുകി വെക്കുക കേട്ടോ. ഉടനെ ചെയ്ത് ഞാനങ്ങ് തീർക്കും. പിന്നെ ഇപ്പോൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബാസ്ക്കറ്റ് കണ്ടോ അടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് പുറത്ത് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. വർക്ക് ഏരിയയിൽ വെക്കാൻ പറ്റും, പക്ഷേ എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനായിട്ടൊക്കെ ഭയങ്കര പേടിയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾ വന്നതിന് ശേഷം ഒരു ദിവസം നോക്കിയപ്പോൾ മേളിൽ ഉള്ളവരുടെ ഷൂ സ്റ്റാൻഡും പുറത്ത് തന്നെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പാമ്പിനെ കണ്ടു, പാമ്പ് കിടക്കുന്നത്. അപ്പോൾ അതിന് ശേഷം എനിക്കൊരു പേടി ആണ്. മുമ്പ് ഞങ്ങൾ താമസിക്കുന്ന അവിടെയും പാമ്പിൻ്റെ നല്ല ശല്യമുണ്ട്, പക്ഷേ ഞങ്ങൾ ഈ മേളിൽ താമസിക്കുന്നതുകൊണ്ട് അധികം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ല. അപ്പോൾ താഴെ എന്നാലും പാമ്പ് വരാതിരിക്കാനുള്ള മരുന്നും ഇതൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇടും. അപ്പോൾ ഇവിടെ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ കണ്ടില്ല, പക്ഷെ അവർ വന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്കങ്ങ് പേടിയായതുകൊണ്ട് പിന്നെ ഒറ്റയ്ക്കൊക്കെ അല്ലേ, ഞാൻ ഈ 2 മണിക്ക് 3 മണിക്കൊക്കെയാണ് എൻ്റെ എഴുന്നേൽപ്പ്. അപ്പോൾ ആ സമയത്ത് പുറത്ത് പോകുമ്പോഴത്തേലും അത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ വാതിലൊക്കെ അടച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതായിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പാത്രം കഴുകുന്ന ഇതിൻ്റെ ഇതൊക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇഡ്ഡലി കണ്ടോ നല്ല സ്മൂത്തായിട്ട് ഇളകി വരും. അപ്പോൾ കുറച്ച് സമയം അതൊന്ന് തണുക്കാനായിട്ട് നമ്മൾ വെച്ചേക്കുക. തണുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഇളക്കി മാറ്റി കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് അത് ഇളകി വരും. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം വീടൊക്കെ ഏതാണ്ട് കുറച്ചൊക്കെ ഒന്ന്, കുറച്ചല്ല ഒരു 90% ഒതുക്കി റെഡിയാക്കിയിട്ടുണ്ട്. എന്നാലും പിന്നെയുണ്ട് കുറേ കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ചില സാധനങ്ങൾ അവിടുന്ന് എടുത്തിട്ട് വരാൻ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതെടുക്കാനായിട്ട് പോയിട്ട് കുറച്ച് എടുത്തുകൊണ്ട് വരും. ചിലപ്പോൾ ഇവിടെ നിന്നുള്ള സാധനം അവിടേക്ക് ആവശ്യമുള്ളതായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഒക്കെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പോകുന്നുണ്ട്. അവിടെ പോകാതിരിക്കുന്നൊന്നുമില്ല, എല്ലാ ദിവസവും അവിടെ പോകുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹീറ്ററൊന്നും, കുളിക്കാനായിട്ടുള്ള ചൂടുവെള്ളത്തിൻ്റെ ഹീറ്ററൊന്നും വെക്കാനുള്ള ആ ഒരു ലൈനും കാര്യങ്ങളൊന്നും ഇതുവരെ ശരിയായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എനിക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് ആകുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. വീട് വളരെ അടുത്താണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് അടിച്ചു വാരി. ഇപ്പോൾ വീട് അടിച്ചു വരുമ്പോൾ പിന്നെ മുറ്റം കണ്ടോ, മുറ്റം ഫ്രണ്ടിലെ മുറ്റം ഞാൻ ഈവനിങ്ങിലാണ് അടിക്കുന്നത്. കാരണം ഈവനിങ് അല്ലെങ്കിൽ ചേട്ടൻ പോയതിന് ശേഷം, കാരണം കാറ് കിടക്കുമ്പോൾ അവിടെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചേട്ടൻ പോയതിന് ശേഷം ഈവനിങ്ങിലെങ്ങാനും ഞാനത് അടിച്ചിടും. ഇത് ബാക്കിലെത്തത് ഞാനിതുപോലെ വേസ്റ്റൊക്കെ കത്തിക്കണമല്ലോ. അപ്പോൾ അത് രാവിലെ തന്നെ വീടടിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് കത്തിക്കാനായിട്ട് മുറ്റവും കൂടെ അടിച്ചിട്ട് ഈ വേസ്റ്റൊക്കെ അങ്ങ് കത്തിക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അത് കത്തിച്ചും കൂടെ കഴിയുമ്പോഴത്തേലും ഭയങ്കര ഒരു ആശ്വാസമാണ്. അല്ലാതെ ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ കൂട്ടി വെക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഫുഡ് വേസ്റ്റ് എടുക്കാനായിട്ട് ഇവിടെ കോർപ്പറേഷനിൽ നിന്ന് ആൾ വരും, അവർ കൊണ്ടുപോയിക്കോളും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇതാണ് വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത് കുറച്ച് പഴയ വീട്, അവർ റിനോവേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന വീടാണ്. അപ്പോൾ എന്നും ഇപ്പോൾ ഇന്നലെ വൈകിട്ട് ഞാൻ അടിച്ചിട്ട വീടാണ്, പക്ഷേ ഇന്ന് രാവിലെ അടിച്ചു വാരിയപ്പോഴത്തേൽ നിറച്ച് പൊടിയുണ്ട്. അപ്പോൾ ഈ ചെറിയ പൊടികൾ പിന്നെ ആൾ താമസിക്കാത്തതിൻ്റെ ആണോ അതോ ഇനി വീടിൻ്റെ ആ പഴക്കം കൊണ്ടാണോ ചെറിയ ഈ പൊടികളൊക്കെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ വീണ് കിടക്കും. അപ്പോൾ വെള്ള ടൈൽസും കൂടെ ആയതുകൊണ്ട് ആ പൊടികളൊക്കെ ഇങ്ങനെ കാണാനും പറ്റും. അപ്പോൾ എന്നും നമ്മൾ ഇങ്ങനെ അടിച്ചു വാരി കൊടുത്തുകൊണ്ടിരിക്കണം. രാവിലെ അടിച്ചു കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും പിന്നെയും പൊടി ഉണ്ടാവും. അപ്പോൾ അത് എല്ലാ ദിവസവും അടിക്കും. പക്ഷെ തുടയ്ക്കുന്നതൊന്നും ഞാൻ എല്ലാ ദിവസമൊന്നും തുടയ്ക്കില്ല. ആഴ്ചയിൽ 2-3 ദിവസം അങ്ങനെയൊക്കെ തന്നെ തുടയ്ക്കുകയുള്ളൂ. പിന്നെ എനിക്കൊരു മൂഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും അങ്ങ് തുടയ്ക്കും. അപ്പോൾ വീടെല്ലാം ഇങ്ങനെ തുടച്ചു. അപ്പോൾ ഇങ്ങനത്തെ കുറേ പണികളുള്ളത് കൊണ്ട് ഞാൻ പിന്നെ ഉച്ചത്തെ കുക്കിങ്ങും കൂടെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെയിനാവും.
പിന്നെ ഇത് മാത്രമല്ലല്ലോ ഇപ്പം ചെയ്യാനുള്ള, ഇപ്പം മറ്റേ വീടും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മളാർക്കും വാടകയ്ക്കൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, അവരിൽ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ പണികളുള്ള സമയത്ത് പണിക്കാർ വരുന്നത് വരെ അത് അങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ അതും പോയിട്ട് ഞാൻ പോകുമ്പോഴൊക്കെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ 2 വീട് ക്ലീൻ ചെയ്യേണ്ട ഒരവസ്ഥയിലായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടും അത് എനിക്ക് അങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ അടച്ചിടുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ പിന്നെ ഡാനിനെ ഇക്രൂനെയും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഡാനി ഇക്രു അവിടെ തന്നെയാണ്. അപ്പോൾ ഡാനിനെ ഇക്രൂനെ എന്നും ഫുഡ് കൊടുക്കാനായിട്ട് പോകണം. അപ്പോൾ വൈകിട്ട് ഡാഡി കൊടുക്കും, എന്നാലും രാവിലെ ഞങ്ങൾ പോയിട്ട് കൊടുക്കും. അപ്പോൾ അവന്മാരെ കുളിപ്പിക്കാനും ഇതിനൊക്കെ ആയിട്ട് അവിടെയും പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി അടുത്ത് കാണുന്നത് വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.